ട്രംപ് വന്ന ശേഷം ഒട്ടേറെ മലയാളികൾ മില്യണർമാരായി. നമ്മൾ അതിശയത്തോടുകൂടി ആണത് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പം മലയാളികൾ മില്യണർമാരാകുമ്പോൾ മറ്റ് ഇന്ത്യക്കാർ, മറ്റ് സമൂഹങ്ങൾ, അവിടെയുള്ള എത്രയോ പേര് മില്യണർമാരായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ഒരു വിലക്കയറ്റമാണ്, ഒരു ബൂം. നമ്മൾ അതറിയുന്നില്ല എന്ന് മാത്രം. സാധാരണ ആളുകൾ നമ്മളറിയുന്നത് ഈ എണ്ണ വില കൂടുന്നു, ഗ്രോസറി സാധനങ്ങളുടെ വില കൂടുന്നു, അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്നു. അതേപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതേപ്പറ്റിയാണ് സാധാരണക്കാരെല്ലാം ആലോചിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നേട്ടങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആ നേട്ടങ്ങൾ പലരെയും ഈ മില്യണർമാരാക്കി മാറ്റി. ലക്ഷമുള്ളവൻ കോടിയും, കോടിയുള്ളവൻ ശതകോടിയുമൊക്കെ ആകുന്ന ഒരു മായാജാലം, അതാണല്ലോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഭാഗ്യമുള്ളവരൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നു. അവരുടെ എല്ലാം സ്റ്റോക്കിൽ വലിയ വില കൂടുതൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 401k റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നിക്ഷേപിക്കുന്നത്, അതിനും വില കൂടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം റിട്ടയർ ചെയ്യുന്നവർ ഒന്നും പേടിക്കാനില്ല, കൂടുതൽ പൈസ കിട്ടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാത്തത്. പക്ഷേ ഈ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നവരും സ്റ്റോക്കുമായി ബന്ധപ്പെട്ടവർക്കും ഇത് നല്ല നിശ്ചയമുള്ള കാര്യമാണ് താനും. അപ്പോൾ ഇന്നിപ്പം സ്റ്റോക്ക് വില കുറച്ച് കുറഞ്ഞതായിട്ട് റിപ്പോർട്ട് കണ്ടു വെള്ളിയാഴ്ച. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം പറഞ്ഞത് ഈ മാസം കഴിഞ്ഞ മാസം മെയ്യിൽ 1,72,000 പേർക്ക് പുതുതായിട്ട് ജോലി കിട്ടി. അത് വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ 10,000-10,000 പേർക്കാണ് ഓരോ മാസം ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിൽ നിന്നാണ് 1,72,000 പേര് ഒരു മാസം തന്നെ പുതുതായിട്ട് ജോലിക്ക് കയറി. അപ്പോൾ ആ കൂടുതൽ ആളുകൾ ജോലിക്ക് കയറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് കൂടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സ്റ്റോക്കിലൊരു ഇടി വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഇപ്പം പലിശ നിരക്ക് വളരെ കൂടുതലാണല്ലോ. ഫെഡ്, അതായത് നമ്മുടെ നാട്ടിലെ റിസർവ് ബാങ്ക് പോലെ തന്നെ ഇവിടുത്തെ ഈ ഫെഡ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മയൊക്കെ കൂടുകയാണെങ്കിൽ അവർ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ തൊഴിലില്ലായ്മ കൂടുകയല്ല, തൊഴിലില്ലായ്മ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ അവർ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത കുറഞ്ഞു. അപ്പോൾ അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ഉടനെയൊന്നും അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്നുള്ളൊരു ധാരണ പരന്നു. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മ്ലാനത തൽക്കാലത്തേക്ക് പകർന്നു. പക്ഷേ ആത്യന്തികമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ വിജയിക്കുകയും ആളുകൾ വലിയ തോതിൽ സമ്പന്നരാകുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. അപ്പോൾ അവരൊക്കെ ട്രംപിനെ കൈവിടണം എന്ന് പറഞ്ഞാൽ അതും ശരിയായ നടക്കുന്ന കാര്യമല്ലല്ലോ. അവരെല്ലാം ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. പൈസ ഉള്ളവരും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരും ഒക്കെ ട്രംപിൻ്റെ കൂടെ തന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണവില വർധനയോ ഗ്രോസറി സാധനങ്ങളുടെ വർധനയോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രംപ് ഈ ഇറാൻ യുദ്ധം ഇപ്പം തീരുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇന്നിപ്പോൾ ഒരു മുൻ ജനറലിൻ്റെ പ്രസ്താവന കണ്ടു, അത് തീരാനൊന്നും പോകുന്നില്ല. ഇറാൻകാർ അമേരിക്കയിട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ്. അവർക്കറിയാം മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനു മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രംപ് ധൃതി പിടിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര വലിച്ചു നീട്ടുക. അപ്പോൾ ആ മിഡ് ടേം ഇലക്ഷൻ വരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മിഡ് ടേം ഇലക്ഷനിൽ ട്രംപിനൊരു തിരിച്ചടിയാണ് വരുന്നതെങ്കിൽ ട്രംപിൻ്റെ ആ ശക്തി കുറയും. അപ്പം ട്രംപ് പിന്നോക്കം പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് എങ്ങനെയും വലിച്ചു നീട്ടുക എന്നുള്ളൊരു ഗെയിമാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അത് അവർ ഈ അടി കൊടുത്തപ്പം ശരിക്കും കൊടുത്തില്ല, ചെറിയ തോതിലാണ് കൊടുത്തത്. കുറേ നേതാക്കന്മാരെ കൊന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അതവിടെ വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയില്ല. അപ്പം ഇനിയിപ്പം ഒരു യുദ്ധം തുടങ്ങുക, ഒരിക്കൽ അവസാനിപ്പിച്ചാൽ നിർത്തിവെച്ച ഒരു യുദ്ധം വീണ്ടും തുടങ്ങിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ അതേസമയം തന്നെ എളുപ്പവുമല്ല. ഇതിനിടയ്ക്ക് അവർ ആയുധവും സന്നാഹങ്ങളുമൊക്കെ അവർ കോപ്പ് കൂട്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്, അടിക്കാനും അടികൊള്ളാനും തിരിച്ചടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം വീണ്ടും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് അമേരിക്കയ്ക്ക് ഒട്ട് താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതും. പക്ഷേ ഇതിൽ നിന്നോട്ട് തടിയൂരാനോട്ട് കഴിയുന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം കിടക്കുന്നു എന്നതൊഴിച്ചാൽ ആ പ്രശ്നം അങ്ങ് തീരുകയാണെങ്കിൽ ഹൊർമൂസിലൂടെ എണ്ണ ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു കപ്പലുകളെല്ലാം ശരിക്ക് പ്രയാസമൊന്നുമില്ലാതെ പോകുന്നൊരു സ്ഥിതി കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റോക്കുകൾ പിന്നെയും കൂടും. അപ്പോൾ ആ സ്റ്റോക്കിൽ പൈസ ഇട്ടിരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെയും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഹൊർമൂസ് ഒന്ന് തുറന്നു കിട്ടിയാൽ മതി. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ എലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് ബഹിരാകാശ പരിപാടി അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു. അതുമായിട്ട് സ്പേസ് എക്സ്
സ്റ്റോക്ക് മാർക്കറ്റിൽ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, ജനങ്ങൾക്കെല്ലാം സ്റ്റോക്ക് മേടിക്കാവുന്നൊരു സംവിധാനം വരുന്നു. അപ്പോൾ ഒരു ഷെയറിന് പിന്നെ $135 അദ്ദേഹം വില നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ $1.76 ട്രില്യൺ, ട്രില്യനാണ്, ബില്യനൊന്നുമല്ല, അത്രയും ഡോളർ സമാഹരിക്കുകയാണ് ലക്ഷ്യം. അത്രയും ഡോളർ എന്ന് പറയുമ്പം പിന്നെ 1.76 ട്രില്യൺ എന്ന് പറയുമ്പം ഇന്ത്യയുടെ മൊത്ത വരുമാനത്തിൻ്റെ ഒരു 4/1 വരും. 4/1, 3/1, വരും. അത്രയ്ക്കധികം വലിയ തുകയാണ്. അതിനും പിന്നെ അപ്പം ഇത്രയും വലിയൊരു IPO ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഈ 135 ഷെയർ 260 ഒക്കെയാണ് വിൽക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ഈ സെക്കൻഡറി മാർക്കറ്റിൽ രഹസ്യമായിട്ടുള്ള വിൽപ്പനകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജൂൺ 12 ഇനി ഏതാനും ദിവസമുള്ള ഈ ഓഫറിങ് വരാനായിട്ട്. അത് വന്നു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ശരി വില എവിടെ കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള കമ്പനികൾ ഈ ലാഭം വരാം, നഷ്ടം വരാം, എങ്ങോട്ടാണിത് പോകുന്നത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് മുൻകൂട്ടി പറയാനാവില്ല. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രശ്നം തന്നെ അതാണല്ലോ, മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ലോട്ടറി എടുക്കുന്ന പോലാണ്. പിന്നെ നോക്കിയിരിക്കെ വലിയ പണക്കാരനാകും, അതുപോലെ തന്നെ വലിയ പണക്കാർ ടക്കെന്ന് താഴോട്ട് വീഴും, തകർന്നു പോകും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നു. എന്തായാലും ഇപ്പോൾ ഈ സ്റ്റോക്ക് എടുത്തവർ നല്ല ഭാഗ്യവാന്മാരാണ്. അവർക്ക് അവരുടെ കാലം നല്ലതാണ്. അതിൻ്റെ കൂടെ ഈ ഇറാൻ യുദ്ധം കൂടി ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ ഈ ഇറാൻ്റെ ഗെയിം അതിൽ ട്രംപ് വീഴാതിരുന്നാൽ വീണ്ടും അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതും.